എന്തുകൊണ്ട് യേശു കർത്താവ് കല്യാണം കഴിച്ച് സന്താന ഉൽപാദനം നടത്തിയില്ല? യേശുവിന് കാമവികാരങ്ങളൊന്നുമില്ലായിരുന്നോ? അത് ആയിരുന്നു മറ്റൊരു ചോദ്യം. ചോദിക്കുന്നത്, സ്ത്രീയുടെ സന്തതിക്ക് കല്യാണം കഴിക്കുന്നതിന് എന്താ തടസ്സം? സ്ത്രീയുടെ സന്തതി കല്യാണം കഴിച്ച് മക്കളുണ്ടായാൽ അവരും ദൈവങ്ങളാകയില്ലേ? കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും വിയർക്കുകയും ചെയ്ത യേശുവിന് ശുക്ല ഉൽപാദനവും ശുക്ല വിസർജനവും ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. മനുഷ്യ സ്വഭാവം, ലൈംഗികത, വിവാഹം, ദൈവത്വം, ജീസസ് ക്രൈസ്റ്റ് എന്നിവയുടെ ബന്ധം തുടങ്ങിയ പ്രധാന തത്വചിന്താപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവനിൽ ലൈംഗികമായിട്ടുള്ള വികാരങ്ങളൊക്കെ ചേഷ്ടകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൻ അതൊന്നും തന്നെ വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ടോ തിന്മയ്ക്ക് വേണ്ടിയിട്ടോ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയും. ഇസ്ലാമൊക്കെ മുമ്പ് വിശ്വസിച്ചിരുന്ന പ്രവാചകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടുതൽ വിവാഹം കഴിക്കാനും സന്താനോൽപാദനങ്ങൾക്കും ഒക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാക്കി അത് ലോകത്തോട് പറയുകയും നിങ്ങൾക്ക് കൂടുതൽ വിവാഹം കഴിക്കാം എന്ന് പറയുകയൊക്കെ ചെയ്തു. നിങ്ങളൊരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരൊക്കെ അവളോട് വ്യഭിചാരം ചെയ്തു, നിങ്ങളുടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. അല്ലാഹു മറിയത്തിന്റെ ഫെർജിൽ ഊതി. അങ്ങനെയാണ് ഈസ ജനിച്ചതെന്ന് പറയുന്നത്. ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് ഇസ്ലാം വിഭാഗത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവര് ക്രൈസ്തവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഞാനിത് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻസ് എഴുതുകയും അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ ആളുകൾ പലപ്പോഴും അവരുടെ ചോദ്യങ്ങളിൽ പതറിപ്പോകാറുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഞാനിതിന് കൃത്യമായ മറുപടി എന്നോട് ചോദിച്ച ആളുകൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് വന്ന ചോദ്യങ്ങൾക്ക്. പിന്നീടാണ് അറിയുന്നത് ഈ ചോദ്യം ഇവർ പലരോടും ചോദിക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള പല സുവിശേഷ പ്രവർത്തകരോടും പ്രേക്ഷിത ദൗത്യത്തിൽ നിൽക്കുന്നവരോടും അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിനെ പൊതുവിൽ മറുപടി പറയണം എന്ന് ചിലർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് രണ്ട് ഭാഗമായിരിക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായ ബിബ്ലിക്കലായിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള തത്വജ്ഞാനപരമായിട്ടുള്ള ഉത്തരങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്: യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനെന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം യേശു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്, ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ചതായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ പൂർണ്ണ മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് യേശു കർത്താവ് കല്യാണം കഴിച്ച് സന്താന ഉൽപാദനം നടത്തിയില്ല? അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. യേശുവിന് ഒരു മകനുണ്ടായാൽ ദൈവം ചതുർത്ഥമാണെന്ന് നിങ്ങൾ പറയുമോ? യേശുവിൻ്റെ മകനും ദൈവമാകത്തില്ലേ? അല്ലെ ഒരു മകളുണ്ടായാൽ മകളും ദൈവമാകത്തില്ലേ? അതാണ് പൂർണ്ണ മനുഷ്യനെന്നുള്ള നിലയിൽ യേശുവിന് കാമവികാരങ്ങളൊന്നുമില്ലായിരുന്നോ? അത് ആയിരുന്നു മറ്റൊരു ചോദ്യം. ദൈവത്തെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിട്ടൊക്കെ തനിക്ക് വിശന്നപ്പോൾ പഴം കിട്ടാത്തതിന് ഒരു കുറ്റവും ചെയ്യാത്ത മരണത്തെ ശപിക്കുന്നവനായി നാട്ടിലെ അറിയപ്പെട്ട പാംസുലയുടെ കരങ്ങളാൽ മുടിയിഴകളാലും തലോടപ്പെടുന്നവനായിട്ടും ദൈവത്തെ സങ്കല്പിക്കുവാൻ നിങ്ങൾ കഴിയുമോ എന്നൊക്കെയാണ്. അപ്പം യേശുവിനെ തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് യേശുവിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണോ? ദൈവം മനുഷ്യരുടെ കാൽ കഴുകുന്നതായും ദൈവം അപ്പവും മീനും ഭക്ഷിക്കുന്നതായും ദൈവം ഒറ്റുകൊടുക്കപ്പെട്ടവനായും ദൈവം മുൾക്കിരീടം അണിയപ്പെടുന്നവനായിട്ടും ദൈവമേ എന്നെ കൈവിട്ടത് എന്ന് വിലപിക്കുന്നവനായും ക്രൂശിക്കുന്നവനായും ഒക്കെ യേശുവിനെ കാണുന്നു. മാത്രമല്ല യേശുവിനെ കല്ലറയിൽ വെക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, സ്ത്രീയുടെ സന്തതിക്ക് കല്യാണം കഴിക്കുന്നതിന് എന്താ തടസ്സം? സ്ത്രീയുടെ സന്തതി കല്യാണം കഴിച്ച് മക്കളുണ്ടായാൽ അവരും ദൈവങ്ങളാകയില്ലേ? മനുഷ്യനായി വരുന്നവന് വിശപ്പ്, ദാഹം, ദേഷ്യം, സ്നേഹം എന്നീ വികാരങ്ങൾ മാത്രമല്ല, പ്രായപൂർത്തി എത്തിയാൽ കാമവികാരവും ഉണ്ടാകും. കല്യാണം കഴിച്ചാൽ മക്കളും ഉണ്ടാകും. എത്ര പൂർണ്ണനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ യേശുവിൽ ഉണ്ടാകാമായിരുന്നില്ലേ? തന്നെയല്ല, ദൈവം പറഞ്ഞത് നിങ്ങൾ പെറ്റുപെരുകണമെന്നല്ലേ? അതുകൊണ്ട് യേശു എന്തുകൊണ്ട് ആ കാര്യം ചെയ്തില്ല? ജൈവപരമായി പകരില്ല, ദൈവത്വം ജൈവപരമായിട്ടുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞതിന് മറുപടിയായിട്ട് ജൈവപരമായി പകരില്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്. എന്നാൽ യേശുവിന് ഒരു മകനുണ്ടായാൽ അവനെ ദൈവമാക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാകുകയില്ല. സ്ത്രീയുടെ സന്തതിയെ ദൈവസന്തതിയാക്കിയ ക്രിസ്ത്യാനി ആ ദൈവസന്തതിയുടെ സന്തതിയെ ദൈവമാക്കാതിരിക്കുമോ? യേശു എന്ന ദൈവം കല്യാണം കഴിക്കുന്നത് മാത്രമാണ് താങ്കൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്. ബാക്കിയെല്ലാം പൂർണ്ണ മനുഷ്യനാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. കല്യാണത്തിൻ്റെ വിഷയത്തിൽ മാത്രം ദൈവം കല്യാണം കഴിക്കുന്നതായി സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യമാണ്. യേശുവിന് വിശപ്പെന്ന വികാരമുണ്ടായിരുന്നുവെങ്കിലും കാമം എന്ന വികാരമുണ്ടായിരുന്നില്ല എന്നാണോ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും വിയർക്കുകയും ചെയ്ത യേശുവിന് ശുക്ല ഉൽപാദനവും ശുക്ല വിസർജനവും ഉണ്ടായിരുന്നില്ലേ?
ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാൻ ഇഷ്ടമാണ്. അത് ന്യായമായിട്ടുള്ള അവരുടെ അവകാശമാണ്. അതിന് മറുപടി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവനുണ്ട്. കാരണം ഇതിനൊക്കെ മറുപടി കൊടുക്കണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. കൊടുക്കണം. കാരണം ഒരു പക്ഷെങ്കിൽ ഇത് മോശപ്പെട്ട ആഗ്രഹത്തോടുകൂടി ചോദിച്ചാലും ഈ ചോദ്യങ്ങൾ പല ആളുകളുടെ ഇടയിലേക്കും പോകുന്നുണ്ട്, പല ചെറുപ്പക്കാരുടെ ഇടയിലേക്കും ഇത് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ ധൈര്യത്തോടുകൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് മുതിരുന്നത്. ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതൻ സലാമിനോട് പറയട്ടെ, സലാമിൻ്റെ ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. ഇവയിൽ മനുഷ്യ സ്വഭാവം, ലൈംഗികത, വിവാഹം, ദൈവത്വം, ജീസസ് ക്രൈസ്റ്റ് എന്നിവയുടെ ബന്ധം തുടങ്ങിയ പ്രധാന തത്വചിന്താപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിനെ ക്രൈസ്തവ തത്വശാസ്ത്രപരമായിട്ട്, തിയോളജിക്കലായിട്ട് എങ്ങനെ മറുപടി നൽകുന്നു എന്നത് സമഗ്രമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട്, പൂർണ്ണ മനുഷ്യൻ എന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. ബൈബിൾ പ്രകാരം യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. യാതൊരു സംശയവും ഞങ്ങൾക്കില്ല അതിനകത്ത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു, യേശുവിന് ക്ഷീണമുണ്ടായി തുടങ്ങിയ മനുഷ്യ വികാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പാപത്തിൽ വീഴാത്തവനായിരുന്നു, പാപം ഒഴികെ എന്ന് വളരെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ പറയുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുമ്പോൾ, വളരെ കൃത്യമായിട്ട് ദൈവവചനം അത് ഓർപ്പിക്കുമ്പോൾ അവൻ പാപത്തിൽ വീഴാൻ കഴിയാത്തവനും പാപം ഇല്ലാത്തവനുമായിരുന്നു. അത് മനസ്സിലാക്കിയാൽ യേശുവിൻ്റെ പൂർണ്ണതയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ലൈംഗിക വികാരം ഉണ്ടായിരുന്നോ? നമ്മൾ ഒരു കാര്യം ഓർക്കണം, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കൂടി ഇവിടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഒരു വീഴ്ചയുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് മനുഷ്യൻ എങ്ങനെയായിരുന്നു? ദൈവികമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ അവൻ വളരെ സന്തുഷ്ടവാനായിട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവനിൽ ലൈംഗികമായിട്ടുള്ള വികാരങ്ങളൊക്കെ ചേഷ്ടകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൻ അതൊന്നും തന്നെ വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ടോ തിന്മയ്ക്ക് വേണ്ടിയിട്ടോ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയും. എന്നാൽ പാപം മനുഷ്യനിൽ വന്നതോടുകൂടെ, പാപത്തിലേക്ക് മനുഷ്യൻ വീണതോടുകൂടെ, മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് ലംഘനം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നതോടുകൂടെ അവൻ്റെ പാപ സ്വഭാവത്തെ അവനിൽ നിലനിർത്തുവാൻ ഇടയായി. തൽഫലമായിട്ടാണ് എല്ലാ മനുഷ്യരും ലോകത്തിൽ ജനിക്കുന്നത്. ആ തൽഫലമായിട്ടുള്ള പാപത്തിന്റെ പരിണിതഫലമായിട്ട് ജനിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട്, പാപത്തിന്റെ പ്രമാണമുണ്ട്. യു കനോട്ട് എക്സംപ്റ്റഡ്, യു കനോട്ട് അബ്സ്റ്റെയിൻ ഫ്രം ദ സിൻ അണ്ടിൽ ദ ക്ലെൻസിങ് ഈസ് ടേക്കിംഗ് പ്ലേസ്. യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കാത്തിടത്തോളം കാലം പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ആർക്കും ഒഴിഞ്ഞിരിക്കാൻ കഴിയുകയില്ല, മനുഷ്യവർഗത്തിന് കഴിയുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ പാപത്തിൽ ജനിച്ചവനല്ല, പാപം ഇല്ലാത്തവനായിട്ടാണ് അവൻ ജനിച്ചത്. അതുകൊണ്ടാണ് അവൻ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് സലാമിനെ പോലെയുള്ള ആളുകൾക്ക് സംഭവിച്ച ഒരു തെറ്റായ ധാരണ യേശുക്രിസ്തുവിന്റെ ജനനം സാധാരണ ഒരു പ്രവാചകന്റെ ജനനം പോലെ ആയിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, സലാമൊക്കെ മുമ്പ് വിശ്വസിച്ചിരുന്ന പ്രവാചകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടുതൽ വിവാഹം കഴിക്കാനും സന്താനോൽപാദനങ്ങൾക്കും ഒക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാക്കി അത് ലോകത്തോട് പറയുകയും നിങ്ങൾക്കും കൂടുതൽ വിവാഹം കഴിക്കാം എന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും പാപികളാണ്, പാപികളായിട്ടുള്ള മനുഷ്യന് പാപം ചെയ്യാനുള്ള പ്രേരണയുള്ളതുപോലെ യേശുവിനും ഉണ്ടായിരുന്നു എന്ന്. ഇല്ല, യേശു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ പാപം കൂടാതെ ജനിച്ചവനും പാപം ഒഴികെ സകലത്തിലും മനുഷ്യനോടുകൂടെ തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് എന്ന് വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവ തത്വശാസ്ത്രപരമായിട്ട് ലൈംഗിക വികാരം ഉണ്ടായിരുന്നില്ലേ, യേശുവിന് ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അതിൻ്റെ മറുപടി, ലൈംഗികത സ്വതവേ പാപമല്ല.
ലൈംഗികത സ്വതവേ പാപമല്ല, എന്നാൽ അനിയന്ത്രിതമായ കാമവികാരം അല്ലെങ്കിൽ ലെസ്റ്റ് അത് പാപമായി തന്നെ കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ, നിങ്ങളൊരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനൊക്കെ അവളോട് വ്യഭിചാരം ചെയ്തു, നിങ്ങളുടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു, നിങ്ങളുടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നുവെന്ന് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് യേശു മനുഷ്യ ശരീരത്തോടു കൂടി ഉള്ളവനായിരുന്നു, എന്നാൽ പാപകരമായ കാമവികാരം ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തുവിന് പാപകരമായിട്ടുള്ള കാമവികാരം ഇല്ലാത്തതായ ശരീരമായിരുന്നു അവനുണ്ടായിരുന്നത്. കാരണം അവൻ ജനിച്ചത് ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലോ പുരുഷന്റെ ആഗ്രഹത്താലോ അല്ല യേശു ജനിച്ചത്. അവൻ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ കന്യമറിയാമിൽ ജനിച്ചതായിട്ടുള്ള ആ യേശുവിൽ യാതൊരു വിധത്തിലുള്ള പാപചിന്തകളോ പാപവികാരങ്ങളോ പാപകാമമോ ഉണ്ടായിരുന്നില്ല, കാമവികാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മൂന്നാമതായിട്ട്, യേശു വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ട്? അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം, അവരുടെ ആ കൂട്ടരുടെ ഒരു ചോദ്യം. ബൈബിൾ പ്രകാരം യേശുവിന്റെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷ എന്നുള്ളതാണ്. ദ സാൽവേഷൻ ഓഫ് ദ ഹ്യൂമൻ ബീങ്, മനുഷ്യവർഗത്തിന്റെ രക്ഷ എന്നുള്ളത് മാത്രമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ അവതാരത്തിന്റെ ആഗ്രഹവും താല്പര്യവും. അതിൻ പ്രകാരമായിരുന്നു യേശു ജീവിച്ചതും. അതിനാൽ തന്നെ യേശു വന്നത് ദൈവരാജ്യം പ്രഖ്യാപിക്കുവാനായിട്ടാണ്, ദൈവരാജ്യത്തിലേക്ക് സകല മനുഷ്യരെയും ചേർക്കുവാനായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം ഈ ലോകത്തിലെ രാജ്യം പോലെയുള്ളതല്ല, ഈ ലോകത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ട് ഇതിനെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യേശു ഭൂമിയിലെ കുടുംബജീവിതത്തിനല്ല വന്നത്, മറിച്ച് ആത്മീയമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ക്രൈസ്തവ സഭയെ തന്നെ, അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന കൂട്ടത്തെയാണ് സഭ. അങ്ങനെയുള്ള സഭയെ പൊതുവെ മുഴുവനായിട്ട് എല്ലാ ക്രിസ്തീയ സഭകളും, ഇപ്പം അതിനകത്ത് കത്തോലിക്കര്, യാക്കോബ, ഓർത്തഡോക്സ്, ഇവാഞ്ചലിക്കൽ, പെന്തക്കോസ്റ്റൽ, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, ഇങ്ങനെ നിരവധി ഡിനോമിനേഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ രക്ഷിക്കപ്പെടുന്നവരാണ് കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങൾ. ആ ക്രിസ്തീയ സഭയെ, ക്രൈസ്തവ സഭയെ വധു എന്നാണ്, മണവാട്ടി എന്നാണ് വിശുദ്ധ ബൈബിളിൽ സംബോധന ചെയ്തിരിക്കുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങൾ. അതായത് യേശുവിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബത്തോട് മാത്രമല്ല, ലോകത്തോടും മനുഷ്യനോടുമുള്ള ബന്ധമാണ്. അപ്പോൾ യേശു മണവാളനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും യേശുവിൻ്റെ മണവാട്ടി. അതൊരു ആലങ്കാരികമായിട്ട് പറയുന്ന വാക്കാണ്. ആലങ്കാരികമായ പദത്തിന്റെ അർത്ഥം എല്ലാവരെയും യേശു കർത്താവ് തന്നോട് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട്, വിവാഹം ചെയ്തില്ലെങ്കിൽ പൂർണ്ണ മനുഷ്യനല്ലേ? വിവാഹം ചെയ്തില്ലെങ്കിൽ യേശു പൂർണ്ണ മനുഷ്യനാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് ഒരു തെറ്റായ മുൻകൂർ ധാരണയാണ്. ബൈബിളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിവാഹം കഴിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പൗലോസ് ലീഗ തൻ്റെ അവിവാഹിത അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുകൊണ്ട് മാത്രമല്ല അവൻ വിവാഹം കഴിക്കാതിരുന്നത്, അവൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരുന്നു അവൻ വന്നത്. അതായിരുന്നു അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. അതുകൊണ്ട് വിവാഹം എന്നുള്ള ഒരു ചിന്തയായിരുന്നില്ല, മറിച്ച് സകല മനുഷ്യരെയും തൻ്റെ രക്ഷയാൽ, തൻ്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ രക്ഷിച്ചിട്ട് അവരെ എല്ലാം ആലങ്കാരികമായിട്ട് പറയുമ്പോൾ താൻ വേളി കഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹം സമം മനുഷ്യ പൂർണ്ണത എന്നത് ക്രൈസ്തവ കാഴ്ചപ്പാടല്ല. വിവാഹം കഴിച്ചാലും ഒരു മനുഷ്യൻ പൂർണ്ണനാകൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ചിലർ വിവാഹത്തിലൂടെ, ചിലർ അവിവാഹിതാവസ്ഥയിലൂടെ ദൈവത്തെ സേവിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ക്രൈസ്തവ സഭയിൽ തന്നെ ചില ആളുകൾ വിവാഹം കഴിക്കുന്നു, ചില ആളുകൾ വിവാഹം കഴിക്കുന്നില്ല. അത് ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചതിൻ്റെ ഒരു അടയാളമാണ്. ഇനി അഞ്ചാമതായിട്ട്, യേശുവിന് മക്കളുണ്ടായിരുന്നെങ്കിൽ ആ മക്കൾ തീർച്ചയായിട്ടും ദൈവമാകയില്ലായിരുന്നോ? അതാണ് സലാമിനെ പോലുള്ള ആളുകളുടെ ചോദ്യം. ഇതൊരു സാങ്കല്പിക ചോദ്യം മാത്രമാണ്, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്.
സാങ്കല്പിക പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ തത്വശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം ജൈവപരമായിട്ട് പകരുന്ന ഒന്നല്ല. യേശു ക്രിസ്തു ഇങ്ങനെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം കന്യാമറിയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതായിട്ടല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ ജനനം സ്ത്രീ പുരുഷ സംയോജനത്താലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതനായവനാണ് യേശു ക്രിസ്തു എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് അദ്ദേഹം ചോദിക്കാൻ, സലാമിനെ പോലുള്ള ആളുകളൊക്കെ ചോദിക്കാൻ തക്കവണ്ണം ചില ന്യായമായ കാര്യങ്ങളുണ്ട്. ഖുറാനിൽ തന്നെ അവരെ മുമ്പ് വിശ്വസിച്ചുകൊണ്ട്, ഇപ്പൊ അവര് നിരീശ്വരവാദത്തിലാണ്, മുമ്പ് വിശ്വസിച്ചുകൊണ്ടിരുന്നായ ഖുറാനില് അൽത്തൈരി എന്ന് പറയുന്നതായിട്ടുള്ള 66-ാം സൂറയില് അതിന്റെ 12-ാം ആയത്തിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു മറിയത്തിന്റെ ഫെർജിൽ ഊതി അങ്ങനെയാണ് ഈസ ജനിച്ചതെന്ന് പറയുന്നു. ആ ഈസായും ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തുവും യാതൊരു ബന്ധവുമില്ല എന്നുള്ള പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ഈസയും യേശു ക്രിസ്തുവും രണ്ടാണ് എന്ന് നമ്മൾ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പറയാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ജൈവപരമായിട്ടുള്ള ഒരു ബന്ധമല്ല ദൈവപുത്രൻ എന്ന് യേശു ക്രിസ്തു വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവികത്വം എന്ന് പറയുന്നത് ജൈവപരമല്ല. പിന്നെന്താണ് അത്? സ്വഭാവപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഓണ്ടോളജിക്കലായിട്ടുള്ള ഒന്നാണ്. ഓണ്ടോളജിക്കലായിട്ടുള്ള ദൈവത്വമാണ് യേശു ക്രിസ്തുവിൽ. അതിനെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യനിത്യ ദൈവത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം കിട്ടി. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന രക്തത്തിൽ നിന്ന് ജനിച്ചവരല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ശരീരത്തിന്റെ ജഡത്തിന്റെ ഇച്ഛയാലുള്ളതല്ല, അവരെ ദൈവത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അതിനാൽ യേശുവിന് മക്കളുണ്ടായിരുന്നാലും അവർ സ്വാഭാവിക മനുഷ്യരായിരിക്കും. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമായതുകൊണ്ട് ഹൈപ്പോത്തറ്റിക്കൽ ആൻസർ ആണിത്. ഇനി നാളെ പറയരുത് ജോൺസൺ അച്ഛൻ പെർവേഡായിട്ടുള്ള ഡോക്ടറും പഠിപ്പിക്കുന്നു, യേശു കല്യാണം കഴിച്ച് മക്കളുണ്ടായിരുന്നു, മക്കള് ദൈവങ്ങളല്ല എന്ന് യേശു പറയുന്നു എന്ന്. അങ്ങനെയല്ല, ഇത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഹൈപ്പോത്തറ്റിക്കൽ ആൻസർ മാത്രമേ അതിനെ പറ്റുള്ളൂ. അപ്പൊ ഈ ഭാഗം കൂടെ നിങ്ങൾ എടുത്തിട്ടിട്ട്, ചില ആളുകൾ വീശാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുമല്ലോ, അപ്പൊ ഇതും കൂടെ ഒന്ന് എടുത്തിട്ടേക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം മനുഷ്യര് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് ദൈവമക്കളാവും എന്നല്ലാതെ ദൈവം ആകെയില്ല. അതാദ്യമേ മനസ്സിലാക്കണം. 6-ാമതായിട്ട്, ദൈവം ഭക്ഷിക്കുമോ, ദൈവം കരയുമോ, ദൈവം മരിക്കുമോ, ദൈവം ക്രൂശിക്കപ്പെടുമോ, ദൈവം അടക്കം ചെയ്യപ്പെടുമോ, ഈ ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിൾ മറുപടി വരുന്നു. യെസ്, യേശു ക്രിസ്തു അവന് വിശന്നു, അവൻ ദൈവമായിരിക്കെ, അവൻ പൂർണ്ണ മനുഷ്യനായിരിക്കെ അവന് വിശന്നു, അവന് ദാഹിച്ചു, അവന് വെള്ളം കുടിക്കാൻ കൊടുത്തു, അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ ഏലി ഏലി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു. ഇതെല്ലാം യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ, മനുഷ്യവർഗത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ, തന്നെക്കുറിച്ച് മുൻ പ്രവാചകന്മാർ അരുളി ചെയ്ത കാര്യങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിൽ താൻ മശിഹയാണെന്ന് ലോകത്തിന് ബോധ്യമാക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ദൈവം മനുഷ്യനായി ഇൻകാർണേഷൻ എടുത്ത് വന്നപ്പോൾ വിശപ്പും ദാഹവും അനുഭവിച്ചു, വേദന അനുഭവിച്ചു, അവൻ മരിക്കുകയും ചെയ്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവത്തോട് സമത്വമുള്ളവനായിരിക്കെ, ദൈവത്തോട് സമനായിരിക്കെ, ദൈവ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരൂപം സ്വീകരിച്ച് മരണം വരെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ദൈവം ദുർബലനായിട്ടല്ല, മറിച്ച് ദൈവം മനുഷ്യനായി സ്വയമേ താഴ്ത്തുകയായിരുന്നു. കാരണം ദൈവം സർവശക്തനാണ്, അല്ലെ? ഞങ്ങൾ പറയാറുണ്ട് അള്ളാഹു അക്ബർ. ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും ദൈവം അക്ബർ ആണ് നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ സർവശക്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ സർവശക്തി എന്ന് പറഞ്ഞാൽ ഒരേ സമയം അവന് ദൈവമായിട്ടിരിക്കാനും ഒരേ സമയം മനുഷ്യനായിട്ടിരിക്കാനും കഴിയുന്നതാണ്. ഇല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് സർവശക്തനാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ദൈവത്തിന് ഒരേ സമയം ദൈവമായിട്ടും ദൈവത്തിന് ഒരേ സമയം മനുഷ്യനായിട്ടും ഇരിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
മനസ്സിലായില്ലേ? അപ്പൊ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഇനി യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ക്രൈസ്തവ വിശ്വാസത്തിൽ ദൈവം ത്രിഏകനാണ്. ഏക ദൈവത്തിലെ 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ഞാൻ പറയാം. അതിനാൽ യേശുവിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ഉള്ളിലെ ബന്ധം, ഫാദർ സൺ റിലേഷൻഷിപ്പിനെ വളരെയധികം വെളിപ്പെടുത്തുന്നതായിരുന്നു. ഞാനും നിങ്ങളും ദൈവത്തോട് ഈ ബന്ധത്തിൽ ജീവിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താനുള്ള അവസ്ഥയാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു ക്രിസ്തു മാതൃക കാണിച്ചുകൊണ്ട്. അപ്പോൾ മനുഷ്യരായി ജീവിച്ചുകൊണ്ട് അവൻ മാതൃക കാണിച്ചു തരികയായിരുന്നു. അവൻ മനുഷ്യനായിരുന്നു, പൂർണ്ണ മനുഷ്യനും പാപം ചെയ്യാത്ത മനുഷ്യനും. അങ്ങനെയുള്ളവൻ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മാതൃക വെച്ചേച്ച് പോയി എന്ന് പത്രോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. 8ാമതായിട്ട് ശരീര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ലൈംഗികത ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് സലാമിന്റെ ചോദ്യം. ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരീര പ്രവർത്തനം സമം പാപം. അങ്ങനെയാണ് പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനം, ഇവിടെ കുറച്ച് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നത് അത് ഞാൻ അടുത്ത എൻ്റെ എപ്പിസോഡിൽ ഫിലോസഫിക്കലായിട്ടുള്ള ഉത്തരത്തിൽ പറയുന്നതാണ്. എന്നാൽ ലൈംഗിക ആഗ്രഹം നിയന്ത്രണം വിട്ടാൽ അത് പാപമാണ്. ശരീരപ്രവർത്തനം എല്ലാം പാപം ആണെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ലൈംഗിക ആഗ്രഹം നിയന്ത്രണം വിട്ടാൽ അത് പാപം തന്നെയാണ്. യേശു പൂർണ്ണമായ മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു, എന്നാൽ പാപരഹിതമായിട്ടുള്ള ജീവിതമായിരുന്നു. അവനെ തന്നെ നിയന്ത്രിക്കുവാൻ സാധ്യമായിരുന്നു. വിവാഹം ചെയ്യാത്തവൻ ദൈവകൽപ്പന അവഗണിക്കുന്നില്ലേ എന്നാണ് അടുത്ത 9ാമത്തെ ചോദ്യം. പെരുകുക എന്നുള്ള വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി തീരണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യവർഗത്തിന് പൊതുവായിട്ടുള്ള ഒരു കൽപ്പനയായിരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും ഒരേ വിളി അല്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവരാജ്യത്തിനായി സ്വയം അവിവാഹിതരായി കഴിയുന്നവരുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിനാൽ ചിലർ വിവാഹം കഴിക്കുന്നു, ചിലർ ദൈവത്തിനായി അവിവാഹിത ബന്ധത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചോദ്യം, സലാമിനെ പോലുള്ള ആളുകളുടെ ചോദ്യം ഇതാണ്: മനുഷ്യനായി വന്നാൽ മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും, എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ശൈലികളും യേശു ക്രിസ്തുവിൽ ഉണ്ടായിരിക്കണ്ടേ? അതിൽ ലൈംഗികതയും വിവാഹവും ഉൾപ്പെടേണ്ടേ എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ മറുപടി ഇതാണ്: യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു, എന്നാൽ പാപരഹിതനായിരുന്നു. അവന്റെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ, സലാമിനെയും എന്നെയും നമ്മളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരായിരുന്നു. കുടുംബജീവിതമായിരുന്നില്ല അവന്റെ ലക്ഷ്യം, മറിച്ച് നമുക്കൊരു കുടുംബജീവിതത്തെ നൽകുക എന്നുള്ളായിരുന്നു. ദൈവത്വം എന്ന് പറയുന്നത് ജൈവ പാരമ്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല, മറിച്ച് ദൈവത്വം മനുഷ്യൻ ദൈവത്തിൽ ആരോപിക്കുന്നതുമല്ല. ദൈവം ദൈവമായതുകൊണ്ടും ദൈവം തന്നിലൂടെ, തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് പൂർണ്ണമായി ദൈവത്തെ വെളിപ്പെടുത്തി തന്നുകൊണ്ടും നാം അവനിൽ വിശ്വസിക്കുന്നു. നമുക്കാർക്കും ദൈവങ്ങളാകാൻ പറ്റുകയില്ല, നമുക്ക് ദൈവ മക്കളാകാൻ പറ്റും. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമക്കൾ എന്നുള്ള പദവി കിട്ടും. നന്ദി, നമസ്കാരം.